ഞാൻ റോഷൻ മാത്യു നായകനായ ഇത്തിരി നേരം എന്ന സിനിമ തിയേറ്ററുകളിൽ റിലീസിനെത്തുമ്പോൾ എന്നോടൊപ്പം സംവിധായകനായ പ്രശാന്ത് വിജയും റൈറ്റർ ഷാഗുമാണ് ചേർന്നത്. രണ്ടുപേർക്കും നമസ്കാരം, സ്വാഗതം ന്യൂസ് 18ലേക്ക്. ഞാനിപ്പം നിങ്ങൾ രണ്ടുപേരെയും വിളിച്ചു വരുത്താനുള്ള കാരണം ഈ സിനിമ കണ്ടതിന് ശേഷമുള്ള ഒരു അഭിപ്രായം പറയാനും അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഈ സിനിമ എനിക്ക് വളരെയധികം വർക്കായതുകൊണ്ട് കൂടാണ് ഞാൻ രണ്ടുപേരും ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് വരാമോ സംസാരിക്കാമോ എന്ന് ചോദിക്കുന്നത്. ഞാൻ ഡയറക്ടറിലേക്ക് ആദ്യം വരാം. ഇപ്പം ഇതുപോലൊരു പടം പുൾ ഓഫ് ചെയ്യുന്നതിൽ അതിനൊരു ടാസ്ക് ഉണ്ടാകും. അതിനേക്കാൾ ഉപരി തിയേറ്റേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ടാസ്ക്. ആൻഡ് വളരെയധികം വലിയ കോമ്പറ്റീഷൻസും കൂടെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ എങ്ങനെ പോകുന്നു നിലവിൽ ഒരു റണ്ണിങ് പാറ്റേൺ ഒക്കെ? ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് രണ്ടും വലിയ ടാസ്ക് ആയിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പം പ്രസക്തിയില്ല. ഇപ്പോൾ ഇത് ജനങ്ങളിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളതാണ്. അത് വലിയൊരു സന്തോഷം. ജനങ്ങൾ കാണുന്ന പ്രേക്ഷകർക്ക് അത് ഭയങ്കരമായിട്ട് ഇമോഷൻ. ഇപ്പം ഇന്നലെ തന്നെ ഹരി കണ്ട സ്ക്രീനിങ്ങിൽ തന്നെ ഒരുപാട് പേര് കലങ്ങിയ കണ്ണുകളായിട്ടാണ് പിന്നെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ സ്ക്രീനിങ്ങിൽ ഇപ്പം എന്നെ പരിചയമില്ലാത്ത ആൾക്കാർ, ഇപ്പം രാജേഷ് മാധവൻ അല്ലെങ്കിൽ ഗീതി സംഗീത പോലുള്ള ആക്ടേഴ്സൊക്കെ ആദ്യം വന്നിട്ട് അവരെന്നോട് ചോദിക്കുന്നത് ക്യാൻ ഐ ഗിവ് യു ഹഗ് എന്നാണ്. അപ്പോൾ അത്രയും അവരെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും ഇമോഷണലി കണക്റ്റ് ആവുന്നൊരു അത്. അപ്പോൾ ആ ഒരു കാര്യം ഇത്രയും ഈ നേരത്തെ പറഞ്ഞ സ്ട്രഗിൾസൊക്കെ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ എത്തുമ്പോൾ ഇങ്ങനെയാണ് അത് സ്വീകരിക്കപ്പെടുന്നതെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തണം. പ്രത്യേകിച്ചും ഇതിപ്പം ഓരോ പ്രായക്കാർക്കും ഓരോ തരത്തിൽ കണക്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ റിട്ടയർ ആയ ആൾക്കാർ, ഈ 40s-ലും 30s-ലും ഉള്ള ആൾക്കാരും എല്ലാം ഒരേ വികാരത്തോടെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 20s-ലുള്ള ആൾക്കാരും ഉണ്ട്. ഈ 20s-ലുള്ള ആൾക്കാർക്കൊക്കെ എന്താ പറയുന്നത്, അവർക്ക് വേറൊരു തരത്തിലായിരിക്കും ഇതിനെ അവർ കാണുന്നത്. അവർ ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രായത്തിലേക്ക് എത്താൻ പോകുന്ന ആൾക്കാരാണ്. പലരും ഈ നമ്മുടെ കഥാപാത്രങ്ങളുടെ പാസ്റ്റിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. അവരുടെ പാസ്റ്റാണ് ഇവരുടെ പ്രസന്റ്. അപ്പോൾ ഒരുപാട് കണക്ഷൻ അവർക്ക് ഉണ്ടാവും. ഒരുപാട് അവരെയും വൈകാരികമായിട്ട് ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ എത്തുക എന്നുള്ളതാണ് അടുത്ത കടമ്പാന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ, പക്ഷേ ഇതെങ്ങനെയാണ് ഈ സ്റ്റോറിയിലേക്ക് വരുന്നത്? ലൈക്ക് ഇത് പ്രൊസീഡ് ചെയ്യാം, ഇത് സ്ക്രീൻ പ്ലേ ആക്കാം എന്നുള്ളൊരു തോട്ടിന് പിന്നെ എങ്ങനെയായിരുന്നു? ഇത് കോവിഡ് സമയത്താണ്. ഒരു ദിവസം രാവിലെ എൻ്റെ ഫോണിൽ മെസ്സേജ് വരുന്നത് പ്രശാന്തിൻ്റെ. അത് അബ്ജോദ് വഗീസ് എന്ന് പറഞ്ഞ പ്രശാന്തിൻ്റെ കസിൻ, ഈ സിനിമയിൽ സൗണ്ട് ഡിസൈൻ ചെയ്ത സന്ദീപിൻ്റെ ഫോമർ കൊളീഗാണ് തോന്നുന്നു അല്ലേ. എനിക്ക് നേരിട്ട് പരിചയമില്ല പുള്ളിയെ. ഈ വെറുതെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അയച്ചു തരുമായിരുന്നു. അയാളുടെ ജീവിതത്തിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിൻ്റെ ഒരു ഓർമ്മ എന്ന നിലയിൽ പുള്ളി കുറിച്ച ഒരു ഇതായിരുന്നു. നല്ല രസമുള്ളൊരു റൈറ്റപ്പ് ആയിരുന്നു. പക്ഷെ അതിലൊരു സിനിമ സ്ട്രക്ചറിലുള്ളൊരു സാധനമല്ല, ഒരു ചെറിയൊരു ഇന്നലെ രാത്രി നടന്നൊരു സംഭവം എന്ന രീതിയിലാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അത് വായിച്ചപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. പക്ഷേ അവിടെ ഒരു സിനിമയുണ്ടെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ബിഫോർ സീരീസിൻ്റെ വലിയ കടുത്ത ആരാധകനാണ്. പ്രശാന്തും അതുപോലെ കടുത്ത ആരാധകനാണ്. അപ്പോൾ ഞങ്ങളിതിന് മുമ്പ് ഞാൻ എഴുതിയ ആദ്യത്തെ ഒരു സ്ക്രീൻ പ്ലേയുടെ ഒരു ഏർലി വേർഷൻ പ്രശാന്ത് വായിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ പ്രോഗ്രസ് ചെയ്തില്ല. പക്ഷേ എൻ്റെ ഒരു റൈറ്റിംഗ് പാറ്റേണും ശൈലിയും ഡയലോഗ് റൈറ്റിംഗ് ഒക്കെ പ്രശാന്തിന് സുപരിചിതമാണ് ആ സമയത്ത്. പിന്നെ നമ്മൾ ഈ ലിങ്ക്ലേറ്ററിൻ്റെ ഫാൻസ് ആയതുകൊണ്ട് ഈ ഒരു കോൺവെർസേഷണൽ ഒരു സിനിമ നമുക്ക് പിടിക്കാൻ പറ്റുമോ എന്നൊരു സംസാരം നമ്മൾ തമ്മിൽ നടന്നിട്ടുണ്ട്. ഞാനും ചെറിയ അറ്റംപ്റ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഒരു ഉടനീളം കോൺവെർസേഷനിൽ മാത്രം പോകുന്ന ഒരു കോൺവെർസേഷണൽ ഡയലോഗ് ഡ്രിവൺ റൊമാൻസ് എന്ന് പറയുന്നൊരു സാധനം. അത് ഫെസ്റ്റിവൽ പാറ്റേണിൽ ചെയ്യാൻ അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ അതിൻ്റെ അൾട്ടിമേറ്റ് ഫോമിൽ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ഫെസ്റ്റിവൽ സിനിമ എന്ന് പറഞ്ഞാൽ ഇതിന് അറ്റംപ്റ്റ് ചെയ്യുന്നതിൽ പോയിന്റ് ഇല്ല. അപ്പോൾ കമേഴ്ഷ്യൽ സിനിമയുടെ ഫോമാറ്റിൽ ഒരു മുഴുനീള കോൺവെർസേഷണൽ റൊമാൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഇതിലേക്കുള്ളൊരു എന്താണ് പറയുന്നത്, ഒരു കിക്ക്. നമുക്ക് അതാണ് ആ കിക്കാണ് നമ്മൾ പെർസീവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒന്നിലും എത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അബ്ജോദിൻ്റെ കുറിപ്പ് കണ്ടപ്പോൾ എനിക്കിത് രണ്ടും കണക്റ്റായി. ഈ ഒരു നമ്മൾ ഉദ്ദേശിച്ചിരുന്നൊരു ഹുക്ക് വേണം. കമേഴ്ഷ്യൽ സിനിമയ്ക്ക് എപ്പോഴും ഒരു ഹുക്ക് ഉണ്ടാവണം. ആദ്യം തൊട്ട് അവസാനം വരെ കോൺവെർസേഷണൽ റൊമാൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കൺവെൻഷനൽ ഒരു പ്ലോട്ടിൻ്റെ എലമെൻറ്റ്സ് എവിടെയെങ്കിലും ഇതിൽ വരണമെന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കണക്റ്റായി. അപ്പോഴാണ് ഞാൻ പ്രശാന്തിനെ തിരിച്ചു പറയുന്നത്, ഇതിൽ പടമുണ്ട്, ചെയ്യാവുന്നതാണെന്ന് തോന്നുന്നു. പ്രശാന്ത് എനിക്ക് തോന്നുന്നു മറ്റൊന്ന് രണ്ട് റൈറ്റേഴ്സിനും ഇതേ സാധനം അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ പ്രശാന്തിൻ്റെ ഫ്രണ്ട്സിന്. പക്ഷേ അവരെക്കാളിലുമൊക്കെ ഈ കോൺവെർസേഷൻ എന്നുള്ള ഐഡിയ വന്നപ്പം എനിക്കൊരു ഡൗട്ടും ഇല്ലായിരുന്നു ആരാണ് ഇത് ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. കാരണം ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ട്. കാരണം ആ ഒരു
ഒരാൾ കൊടുക്കുമ്പോൾ അപ്പുറത്തുനിന്ന് തിരിച്ച് വരുന്ന കണ്ടോണ്ട് അറിയാം, അങ്ങനെയാണ് അതിൻ്റെ ഡയലോഗ്സ് പോകുന്നത്. അപ്പോൾ അവരിങ്ങനെ ബിൽഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ ഒരു സാധനം ഈ പറയുന്ന നമ്മൾ ഈ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് പ്രണയമാണ്, ഇവർ ചെറുപ്പക്കാരാണ്, അപ്പം ഈ ക്രിഞ്ചെന്ന് പറയുന്ന സാധനം വരാൻ വലിയൊരു ചാൻസ് ഉണ്ട്. അപ്പം അതില്ലാതെ ഇപ്പോൾ കണ്ടോണ്ടറിയാം അങ്ങനെ ഒരു സാധനം ഇതിനകത്തില്ല. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ വിശാഖന് പറ്റും എന്നുള്ളൊരു ഒരു വിശ്വാസത്തിലാണ് വിശാഖനെ ദയിപ്പിക്കുന്നത്. ഡയലോഗ്സ് എഴുതിയ ഈ എഴുത്ത് കംപ്ലീറ്റ് വിശാഖിന്റെ. ഞാൻ ഡയലോഗ്സിനെ പറ്റി പറയാൻ കാരണം ഈ ഒരു ക്രിഞ്ച് പരിപാടി ഒഴിവാക്കുക എന്നുള്ള ഒരു സെറ്റപ്പാണ്. ടോക്കിംഗ് റിയാലിറ്റി, അവരുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഇത്രയും വർഷത്തെ ഗ്യാപ്പ്, ഒരു 7 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഇത് കാണുമ്പോൾ ഇവരുടെ പെർസ്പെക്റ്റീവ്സ് പറയുന്നൊരു സീനുണ്ട്. പ്രത്യേകിച്ച് ആ ബാറിൽ എനിക്ക് വളരെ രസമായിട്ട് തോന്നിയ ഒരു 180 ചീറ്റ് എന്നുള്ള ഒരു പരിപാടി, അത് എനിക്ക് ഭയങ്കര ടെക്നിക്കലി ഭയങ്കരമായിട്ട് വർക്കായി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് മോർ ദാൻ കോൺവെർസേഷൻസ് ഉൾപ്പെടെ വളരെ റോ ആണ്. ഇപ്പം പലർക്കും അതിൽ ആകായിട്ട് തോന്നും. ബട്ട് ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് ഒരു കാറ്റ് പോലെയായിരുന്നു. ഭയങ്കര ബ്രീസി ഫ്ലോ ആയിരുന്നു ആ സാധനം എന്ന് പറയുന്നത്. ജസ്റ്റ് നോ എന്താണ് ഇരുവർക്കും പറയാനുള്ളത്, ഇരുവർക്കും എന്താണ് ചെയ്യാനുള്ളത്. പലരുടെയും ലൈഫിലൂടെ അത് പോകുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നൊരു പോയിന്റും കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ അവാർഡ് ആ ഒരു രീതിയിലേക്ക് പോകണോ, അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ മീറ്റർ പിടിക്കണോ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു ത്രിശങ്കു എന്ന് പറയുന്ന പരിപാടി ഈ ഇടയിൽ നിൽക്കുന്ന പരിപാടി ആയിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല? അല്ല, ഐ മീൻ ഈ മലയാളത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല. ഞങ്ങളുടെ ആഗ്രഹം അതായിരുന്നു. മലയാളത്തിൽ എന്തുകൊണ്ട് ഇതുണ്ടാവുന്നില്ല, ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഒരു കഥ കിട്ടുന്നതിനും ഒക്കെ മുമ്പ് മലയാളത്തിൽ എന്തുകൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പം എനിക്കും ഒരു മീറ്റർ ഉണ്ട്, ഒരു റിയൽനെസ് കാണിക്കുന്നതിനുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് വിശാഖനത് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഈ പലപ്പോഴും ഇപ്പം ഇംഗ്ലീഷിൽ ആൾക്കാർ സംസാരിക്കുന്നത് നമ്മുടെ സിനിമകളിൽ ഫേക്കായിട്ട് തോന്നാറുള്ള ഒരു കാര്യമാണ്. അത് കാരണം എന്ന് വെച്ചാൽ അത് ഓർഗാനിക് അല്ലാത്തതുകൊണ്ടാണ്. ഈ ക്യാരക്ടേഴ്സ് ആരാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. അപ്പം ഞങ്ങൾ വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ബാക്ക് സ്റ്റോറീസ് ഉണ്ടായിരുന്നു ഇവരെന്താണെന്നുള്ളതിനെ പറ്റി. സിനിമയിൽ അതിൻ്റെ ഗ്ലിംസസ് ആണ് നമ്മൾ കാണുന്നത്. ആ ഗ്ലിംസസ് കാണാൻ പറ്റുന്ന അത്രയും ഡീറ്റെയിൽ ബാക്ക് സ്റ്റോറി എൻ്റെ ബാക്കിൽ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ക്യാരക്ടേഴ്സ് ഇപ്പം IIT ഫിസിക്സ് PhD ചെയ്ത ഒരു ആളാണ്, ഇപ്പോൾ അല്ലെങ്കിൽ ജേർണലിസം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇവരുടെ രണ്ടുപേരും ബാക്ക്ഗ്രൗണ്ടിൽ അവരെന്ത് തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. അതിൽ നമ്മൾ വെള്ളം ചേർക്കാതെ ആണ് ചെയ്തിരിക്കുന്നത്. ഈ വെള്ളം ചേർക്കൽ ഇല്ലാത്തതാണ് അതിനകത്ത് റിയാലിറ്റി. ഒരു വെള്ളം ചേർക്കൽ പരിപാടി മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഒരു ചെറിയ റിസ്ക് ഉണ്ട്. ആ റിസ്കിനെ നമ്മൾ ഓവർകം ചെയ്യുന്നത് വിശാഖിൻ്റെ ഈ ഹ്യൂമർ കൊണ്ടാണ്. ആ ഹ്യൂമറാണല്ലോ എല്ലാത്തിനെയും സേവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാധനം എപ്പോഴെങ്കിലും ഇത് വഴുതി പോവാൻ സീരിയസിലേക്കോ അല്ലെങ്കിൽ ഒരു ഓവർ ഡ്രാമയിലേക്കോ വഴുതി പോകാവുന്ന ഒരു സ്ഥലത്ത് ഉടൻ വിശാഖിൻ്റെ ഹ്യൂമറാണ് അതിനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണെന്ന് തോന്നുന്നു ഞങ്ങൾ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി തഴി വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ. അല്ല, ഇത് ഒരു വൈകുന്നേരം തൊട്ട് അടുത്ത ദിവസം രാവിലെ വരെ നടക്കുന്ന ഒരു കഥയാണല്ലോ സിനിമ. ആൻഡ് ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ജെനുവൻലി നിങ്ങൾ ഒരു ദിവസം ഷൂട്ട് ചെയ്ത പോലെ തോന്നി. നിങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് പറയാല്ല, ഐ വാസ് ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് മൈ ഫ്രണ്ട്. ഇപ്പം ഇത് കാരണം ഒന്നാമത്തെ കാര്യം അങ്ങനെ വരണമെങ്കിൽ 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, അതിൻ്റെ റൈറ്റിംഗ് പക്ക പെർഫെക്റ്റ് ആയിരിക്കണം, നമുക്ക് ആ ഒരു ഫ്ലോ അത്രയും രസമായിട്ട് തോന്നണമെങ്കിൽ. 2, അതിൻ്റെ ആർട്ടിസ്റ്റുകൾ അതേ രീതിയിൽ അവരുടെ മാനറിസംസ് ഉൾപ്പെടെ ബിഹേവ് ചെയ്യണം. ഇപ്പോൾ വെള്ളം അടിച്ച് നിൽക്കുന്ന ഒരു ദിവസത്തെ ഷോട്ടായിരിക്കും, അടുത്ത ദിവസം അതിനെ കണ്ടിന്യൂറ്റി പിടിക്കണം എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് ഉണ്ടല്ലോ. ഇത് എത്ര ദിവസത്തെ ഷൂട്ടായിരുന്നു, അതിന്റെ പ്രൊഡക്ഷൻ സൈഡ് എങ്ങനെയായിരുന്നു? ഇത് 26 ദിവസം ഷൂട്ടായിരുന്നു, ഒറ്റ ഷെഡ്യൂളായിരുന്നു. അപ്പം ഈ പറഞ്ഞ സംഭവത്തിന് ഈ ഹരിയാനേൻ്റെ ആൻസർ പറഞ്ഞു, ഈ റൈറ്റിങ്ങിലാണ് എൻ്റെ ബേസ്. അപ്പോൾ ഈ 2 അല്ലെങ്കിൽ ഈ 4 എന്താ പറയുന്നത്, മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമേഴ്സിൽ കുറച്ച് പേരാണ് നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുള്ളത്. അവർ ഇന്നാവാൻ കാരണം ഇതാണ്, ഈ സ്ക്രിപ്റ്റ് തന്നെയാണ്. അപ്പം അത് ഓരോരുത്തരും, അപ്പം നന്ദു ചേട്ടനോടൊക്കെ ഞാനിത് നറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഒരു ഡിസ്ക്ലൈമറായിട്ട് പറയുന്നത്, ഞാൻ ഇതിനു മുമ്പ് വലിയ സിനിമകളൊന്നും ചെയ്തിട്ടില്ല, 2 ചെറിയ സിനിമകളാണ്, ഫെസ്റ്റിവൽസിന് പോയ സിനിമകളാണ്. നന്ദുചേട്ടൻ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ഈ കഥ നറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് സ്റ്റഫ് ഉണ്ടെന്ന്, അത് മാത്രം മതി. പിന്നെ ഈ തിരക്കഥയിലുള്ളൊരു സാധനം. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സിനിമ ടെക്നിക്കുകളൊക്കെ ഞാൻ എവിടെ നിന്നൊക്കെയോ പിക്ക് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊന്നായിരുന്നു എനിക്ക് തോന്നുന്ന പടത്തിൻ്റെ പേര് ഫ്ലൈറ്റ് എന്നാണ് തോന്നുന്നത്, ഡെൻസൽ വാഷിങ്ടൺ അഭിനയിച്ചൊരു. അപ്പോൾ അതിൽ ഈ ഒരു ഡ്രങ്കഡ്നെസ്സിൻ്റെ പല സ്റ്റേജസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പുള്ളി ഉപയോഗിച്ചൊരു ടെക്നിക്ക് പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി സ്ക്രിപ്റ്റിലെ ഓരോ ഇതിനകത്ത് അതും ഈ പറഞ്ഞ പോലെ നോൺ ലീനിയർ ആയിട്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം പുള്ളിക്കൊരു മാർക്കുണ്ട്, 1 to 10 ഒരു സ്കെയിൽ. അപ്പോൾ ഓരോ സീനിലും എത്രയാണെന്ന് പുള്ളി അതിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇത് 8 ആണോ 9 ആണോ എന്ന്, അല്ലെങ്കിൽ 5 ആണോ എന്നുള്ളത് പുള്ളിക്ക് അപ്പം അറിയാം. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ റോഷനോടും സാറിനോടും ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഇൻറ്റേർണലി നിങ്ങൾക്ക് വേണം,
അപ്പം ഞാൻ ഈ നമ്പറായിരിക്കും പറയുന്നത്, നിങ്ങൾ അത് ഇടണം എന്നുള്ള സാധനം. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ ഈ ഒരു കോഡ് ഞങ്ങൾക്ക് എല്ലാവരുടെയും ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു പക്ഷേ ഉറക്കെ പറയാൻ പറ്റാത്ത കാര്യമായിരിക്കും, അതായത് മൈക്കിലോട് ഞാൻ ഒരു ഷോർട്ട് ഫോം പറയുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവും, ഇതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ഈ എല്ലാം കൂടെ ഒത്തു വന്നു. ഇത്രയും നല്ല പെർഫോമേഴ്സ്, ഇത്രയും നല്ലൊരു സ്ക്രിപ്റ്റ്, ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷനാണ്. അല്ല, പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റ് പെയറായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ റോഷൻ ആയിക്കോട്ടെ, സെറിനായിക്കോട്ടെ. സെറിനെ ഞാൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അറിയാം. ഇപ്പം സെറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയാലും ഇപ്പോൾ റോഷനെ ആയാൽ പോലും ഇത് പുൾ ഓഫ് ചെയ്യാൻ ഇരുവരും ആപ്റ്റാണ്. അത് നിങ്ങളുടെ തോട്ട് ഉണ്ടല്ലോ, ടു കാസ്റ്റ് ദം എന്ന് പറയുന്ന ഒരു പരിപാടി, അതിലേക്ക് എങ്ങനെയാണ് ലാൻഡ് ചെയ്ത്? അത് റോഷൻ വൺ ഓഫ് ദ ഫസ്റ്റ് ഓപ്ഷൻസ്, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ പറയാം. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങളുടെ ആദ്യത്തെ ഡ്രാഫ്റ്റിൽ റോഷൻ ആയിരുന്നു ഈ ക്യാരക്ടറിന്റെ പേര്. ഞങ്ങളൊരു മാനിഫെസ്റ്റ് ചെയ്യാനുള്ളൊരു ഇതായിരുന്നു. പിന്നെ ജിയോ ബേബി കാരണം റോഷനിലേക്ക് തന്നെ ലാൻഡ് ചെയ്യാൻ പറ്റി. സെറിന് ഒരുപാട് ചോയ്സസിന് ശേഷമാണ് വന്നത്. ഇതുപോലെ ആട്ടത്തിൻ്റെ ഒരു ഏർലി സ്ക്രീനിങ് കണ്ടതുകൊണ്ട് ഈ ക്യാരക്ടറിന് പറ്റിയ കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആനന്ദ് ഏകർഷി വഴി കോൺടാക്ട് ചെയ്യുമായിരുന്നു. സെറിനും ഇത് പറഞ്ഞ ഈ സ്ക്രിപ്റ്റിൻ്റെ ഇത് കണ്ട് ഉടൻ ഇന്നാവുന്ന ഒരു ഇതായിരുന്നു. പിന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് ഇവർ തമ്മിൽ ഓൾറെഡി ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇവർ ഒരുമിച്ചൊരു തിയേറ്റർ വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ടാൽ അറിയാം. അതുകൊണ്ട് അത് നമ്മുടെ ഓൾ പ്രോസസ് അങ്ങനെയാണ്. നമുക്കൊരു 3-4 days വർക്ക്ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു. ഈ എല്ലാ സീൻസും അവർ ആദ്യം ഒരു ടേബിൾ റീഡും, പിന്നെ ഇവർ കണ്ടുകൊണ്ടറിയാം ഇതിൽ അവർ ഫിസിക്കലി ഇൻവോൾവ് ആയിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഇവർ തമ്മിലുള്ള യാതൊരു ഇൻഹിബിഷൻ ഇല്ലാന്നൊരു കാര്യവും. പിന്നെ നമ്മൾ നമ്മളൊരു എനിക്ക് ഇതിനു മുമ്പ് ക്ലിയർ അല്ലാതിരുന്നൊരു കാര്യം, ഈ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഫിസിക്കലി കുറേ കാര്യങ്ങളുണ്ടല്ലോ 2 പേര് ചെയ്ത്. അപ്പോൾ അതൊന്ന് ഫിഗർ ഔട്ട് ചെയ്യാനും അതൊന്ന് ക്ലാരിറ്റി വരുത്താനും ഈ ഒരു വർക്ക്ഷോപ്പിൽ ഞങ്ങൾ ശരിക്കും ശ്രമിച്ചു. സോ ദാറ്റ് നമ്മൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ വളരെ ക്ലിയർ ആയിരുന്നു എങ്ങനെ ഇത് ചെയ്യും എന്നുള്ളത്. അതിൻ്റെ മെക്കാനിക്സ് വളരെ ക്ലിയർ ആയിരുന്നു. കൂടുതൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് വളരെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ചോദിക്കുന്നതിൽ. പക്ഷെ എന്നാലും ഞാൻ ചോദിച്ചു, അതിൽ പിന്നീട് ഞാൻ കട്ട് ചെയ്തോളാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദിക്കേണ്ട കിട്ടിയില്ലെന്ന് ചോദിക്കാൻ പറ്റത്തുള്ളൂ. റോഷൻ്റെയും സെറിൻ്റെയും കാര്യം പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ ഒരു കോൺവെർസേഷണൽ സിനിമ എന്ന് പറയുമ്പോൾ ഇത് ഇംപ്രവൈസ് കോൺവെർസേഷൻസ് അല്ല. നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ച ഡയലോഗുകൾ അതുപോലെ പഠിച്ച് അത് നാച്ചുറലായിട്ട് കോൺവെർസേഷനിലാണെന്ന് തോന്നുന്ന രീതിയിൽ ഡെലിവർ ചെയ്യുന്ന ഒരു പടമാണ്. അങ്ങനെ തന്നെയാണ് ഇത് കൺസീവ് ചെയ്തതും നമ്മൾ പ്രോഗ്രസ് ചെയ്തതും. അപ്പോൾ അതിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡെലിവർ ചെയ്യുമ്പോൾ പൊതുവേ ഒരു ഡയലോഗ് നമ്മൾ പഠിച്ചിട്ട് അത് പറയുമ്പോൾ കുറച്ചൊരു ആർട്ടിഫിഷ്യാലിറ്റി എന്തായാലും ക്രീപ്പിൻ ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പം ന്യൂ വേവ് മലയാളം സിനിമകളിലും ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു കൺവെൻഷണൽ പരിപാടി പിടിക്കാത്തത്. കുറേയൊക്കെ ഓൺ ദ സ്പോട്ട് ഇംപ്രവൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനത്തിലേക്ക് ആക്ടേഴ്സിനെ അറൈവ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് അവലംബിക്കുന്നത്. പക്ഷേ ഇതിൽ കൺവെൻഷണൽ പ്രോസസ്സിൽ തന്നെയാണ് നമ്മളൊരു ലോക്കായ ഒരു സ്ക്രിപ്റ്റും അത് കാണാതെ പഠിച്ച് ഡെലിവർ ചെയ്യുന്ന ആക്ടേഴ്സ് എന്നും പറയുന്ന കൺവെൻഷണൽ മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്, തിയേറ്റർ പോലെ. അപ്പോൾ അതിൻ്റെ ചാലഞ്ച് എന്ന് പറയുന്നത് ഡെലിവർ ചെയ്യുമ്പോൾ ഇതിനെ നാച്ചുറലൈസ് ചെയ്യേണ്ടി വരും. ഈ ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് നാച്ചുറലായിട്ടാണെങ്കിലും അത് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അല്ല വിശാഖ, അതാണ് ചോദ്യം. ഈ ഡയലോഗ്സ് നാച്ചുറലായിട്ട് എഴുതുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. ഇപ്പം നമുക്കിപ്പോൾ എഴുതുന്ന സമയത്ത് നമ്മളൊരു മീറ്ററിൽ വായിക്കുമല്ലോ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട്, അതിനകത്തൊരു നാടകീയത തോന്നുമോ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു പ്ലോട്ടിൽ ഒരു ക്രിഞ്ച് ആവാൻ പറ്റുന്ന ആസ് ദ ഡയറക്ടേഴ്സ് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അത് ഈ എഴുത്ത് കട്ടിങ് ഇതായിരുന്നോ പ്രോസസ്? അല്ല, അങ്ങനെ ഒരു വലിയ കട്ടിങ് പ്രോസസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്രിഞ്ച് മീറ്റർ ഉണ്ട്. എനിക്ക് ഒരുമാതിരിപ്പെട്ട റൊമാൻസ് സിനിമകളെല്ലാം കാണുമ്പോൾ എനിക്ക് ക്രിഞ്ച് അടിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയൊരു പ്രയത്നം വന്നിട്ടില്ല എനിക്ക്. ഞാൻ പൊതുവേ മലയാളത്തിൽ വന്നിട്ടുള്ള കമേഴ്ഷ്യൽ റൊമാൻറ്റിക് പടങ്ങളുടെ ഒരു ആരാധകനല്ല, വിത്ത് എക്സെപ്ഷൻസ്. ഇപ്പം മന്നീർ റസൂലും മായാനദി അതൊക്കെയാണ് സമീപകാലത്ത് വന്നിട്ടുള്ള എക്സെപ്ഷൻസ്. അതൊന്നും കോൺവെർസേഷണൽ സിനിമകളല്ല. അപ്പം അതൊക്കെ റൊമാൻറ്റിക് റിയലിസം എന്ന് പറയാവുന്ന സോണിൽ പെടുത്താവുന്ന സിനിമകളാണ്. ഇതും അതാണ്. പക്ഷേ വാട്ട് മേക്സ് ദിസ് ഡിഫറെൻറ്റ് ഡയലോഗ് ഡ്രിവൺ കോൺവെർസേഷണൽ റൊമാൻറ്റിക് റിയലിസം ആണെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് പണ്ട് കാലത്തെ പത്മരാജൻ റൊമാൻസ് ഒക്കെ അതിലൊന്നും ക്രിഞ്ച് അടിക്കില്ലെന്ന് മാത്രമല്ല, അതൊക്കെ നമ്മുടെ ഐഡിയൽസ് ആണ്. ഈ ഒരു ഫോമാറ്റ് റൊമാൻറ്റിക് റിയലിസം എന്ന് പറയുന്ന ജോണറിൻ്റെ നമ്മുടെ ഐഡിയൽസ് ആണ്, അത് ഓൾ ടൈം ഫേവറേറ്റ്സ് ആണ്. പക്ഷേ പൊതുവേ കമേഴ്ഷ്യൽ റൊമാൻസ് നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്ന പടങ്ങൾ അത് വർക്കല്ല. ആ ക്രിഞ്ച് മീറ്റർ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതൊരു കോൺഷ്യസ് പ്രോസസ് അല്ലായിരുന്നു. ക്രിഞ്ച് ഒഴിവാക്കി ഡയലോഗ് എഴുതണം എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതുന്നത്.
പിന്നെ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് പ്രശാന്തിൻ്റെ അടുത്ത് ഒരു അഡീഷണൽ ക്രിഞ്ച് മീറ്റർ ഇവിടെ ഉണ്ട്. ഭീകരമായ ഒരു ക്രിഞ്ച് മീറ്റർ ഉള്ള ആളായതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, സോ വാട്ട് ഇഫ് ഐ സേ ഇതൊരു മായാനദി പ്ലസ് 96 പോലെ ഒരു മീറ്റർ എനിക്ക് അടിച്ചു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് യു അക്സെപ്റ്റ് ഇറ്റ് ഓർ റിജക്ട് ഇറ്റ്? എനിക്ക് 96 എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. കാരണം 96 എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു സിനിമയല്ല. ഒരുപാട് ആരാധകരുണ്ടെന്നറിയാം, ഈ സിനിമ കാണുന്ന ഒരുപാട് പേർക്ക് 96 പോലെ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടെന്നറിയാം. അതൊരു കൾട്ട് ഫിലിമാണെന്നും അറിയാം. പക്ഷേ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് അങ്ങനെ ഒരു തോട്ട് പോലും മനസ്സിലായിരുന്നു ഇത് കൺസീവ് ചെയ്യുന്ന സമയത്തോ എഴുതുന്ന സമയത്തോ. അതെനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള പാസ്റ്റ് റെഫറൻസിലേക്ക് പിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനെ പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടെ ഇത് കട്ട് ചെയ്ത് കളയേണ്ടതെന്ന് പറഞ്ഞൂടെ. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബിഫോർ ട്രിലജി പ്ലസ് ഹാങ് ഓവർ എന്നുള്ളതായിരുന്നു. അതിൻ്റെ ക്രോസ് ആയിരുന്നു ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഞങ്ങളുടെ ഫേവറേറ്റ് റെഫറൻസുകൾ അതൊക്കെയായിരുന്നു. 96 ഈ പറഞ്ഞ പോലെ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പക്ഷേ ഈ റൈറ്റിംഗ് പ്രോസസ്സിലൊന്നും അതൊരു റെഫറൻസ് ആയിട്ട് വന്നിട്ടില്ല. അതെനിക്ക് തോന്നുന്നു പിന്നെ ഈ മാർക്കറ്റിംഗ് ഇതിൽ വന്നപ്പോഴത്തേക്കും ഒരു ഫെമിലിയർ ഇതിലേക്ക് പിടിക്കാനാണല്ലോ ആളുകൾക്കൊരു ഇതുള്ളത്. വിച്ച് ഇസ് ഫൈൻ ഓൾസോ. നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കുക എന്നുള്ളത്. എൻ്റെ ഇതിനകത്ത് 2-3 കാര്യങ്ങൾ. ഒന്ന് ഇതിനകത്ത് യൂസ് ചെയ്ത ഷോർട്സിൻ്റെ കാര്യം ഞാൻ പറയാം. ഒന്ന് ഈ ബാറിന്ന് എനിക്ക് സ്പോയിലേഴ്സ് നിങ്ങൾ സിനിമ ഉണ്ടാവുമെങ്കിൽ കുറച്ചുകൂടെ കണക്ട് ചെയ്യും. സ്പോയിലേഴ്സ് മാക്സിമം യൂസ് ചെയ്തിരിക്കുക. ഈ ബാറിന്ന് ഇറങ്ങി സ്മോക്ക് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് റോഷൻ ഇറങ്ങി പടി ഇറങ്ങി താഴെ വന്നു. സെറിൻ വരുന്നത് കണ്ട് റോഷൻ മാറി നിൽക്കുന്നു. ആൻഡ് ഒരു മാസ്റ്റർ ഷോട്ടാണ്. വേറെ ഒരു പരിപാടിയില്ല, ഒറ്റ ഷോട്ടാണ്. എനിക്ക് തോന്നുന്നു ആ ഷോട്ടിന്റെ ഡ്യൂറേഷൻ ഏകദേശം 5 minutes more. അത് എനിക്ക് തോന്നുന്നു അണ്ടർ 5 minutes ആണ്. അടുത്ത മറ്റേ റൂഫ് ടോപ്പ് ആണ്. റൂഫ് ടോപ്പ് എന്റെ പൊന്നു മനുഷ്യ, നിങ്ങള് ആ ഒരു സീൻ ഒറ്റ ഷോട്ടാക്കി പ്ലേസ് ചെയ്യാനുള്ള ധൈര്യമാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അത് നമ്മൾ ഹുക്കായി പോകുന്നൊരു മൊമെന്റ് കൂടിയാണ്. അതിനകത്ത് ഒരു കട്ടും വേണ്ട, പക്ക റോ ആയിട്ട് പോകാം എന്നുള്ള ഒരു ഡിസിഷന്റെ പുറത്ത് മാത്രം എടുത്തതാണോ, അതോ നിങ്ങൾക്ക് വേറെ അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും? ആദ്യത്തെ സ്മോക്കിംഗ് ഇത് എനിക്ക് തോന്നുന്നു തേർഡ് ഡേ ഓഫ് ഷൂട്ടാണ് ഈ റൂഫ് ടോപ്പ് സീൻ ചെയ്യുന്നത്. തേർഡ് ഡേ ഓഫ് ഷൂട്ടാണ്. അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലായിരുന്നു. ഇറ്റ് വാസ് ഡിസൈൻ ടു ബി ലൈക്ക് ദാറ്റ്. കാരണം ഇത് ഞാനിങ്ങനെ ഈ പടിപടിയായിട്ട് എൻ്റെ പഴയ സിനിമകളിലൂടെയൊക്കെ വരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ അതായത് ഞാൻ ആദ്യത്തെ സിനിമയിൽ ഞാൻ പഠിച്ചൊരു പാഠമാണ്. 14 ടേക്ക് എടുത്തു. 11 അത് 2 മണി വരെ എങ്ങാണ്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഓൾ ക്രൂ അത്രയും ആലോചിച്ച് നോക്കണം, രാത്രി 2 മണിക്കൊക്കെയുള്ള അവസ്ഥ. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഫൈനലി ഞങ്ങൾ 11 ഷൂട്ട് സെലക്ട് ചെയ്തതെന്ന് തോന്നുന്നു എഡിറ്റിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ എഡിറ്റിൽ വരുന്ന തീരുമാനങ്ങളിലുള്ള വ്യത്യാസങ്ങൾ. ആ സമയത്ത് നമ്മൾ 11 പോരാ എന്ന് തോന്നിയുകൊണ്ടാണ് 14 വരെ പോകുന്നത്. പക്ഷേ പിന്നെ നമ്മൾ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം എഡിറ്റിൽ ഇരുന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുമായിട്ടൊരു പ്രോസസ്സുമായിട്ടൊരു ബന്ധമില്ലാത്ത എഡിറ്റർ കാണുമ്പോൾ, ഹീ പിക്സ് ദ 11th ഷോട്ട് ബിക്കോസ് ദാറ്റ് ഷോസ് ദ ബെസ്റ്റ് എക്സ്പ്രഷൻ. അതായത് ഓക്കെ ഷോട്ടിന് ശേഷവും നിങ്ങൾ മുന്നോട്ട് പോയി. ഓക്കെ ഷോട്ടാണെന്ന് നമുക്ക് അപ്പോൾ അറിയുന്നില്ല, ഓക്കെ ആവാത്തതുകൊണ്ടാണ് മുന്നോട്ട് പോയത്. പക്ഷെ പിന്നെ വേറൊരു മൈൻഡ് സെറ്റിൽ ഇരുന്നിട്ട് വേറെ ഇതിനെപ്പറ്റി വളരെ ഒബ്ജക്റ്റീവായിട്ട് അറിയാം. ഇപ്പം എനിക്കും അവിടെ ക്രൂവിൽ ഉണ്ടായിരുന്നവർക്കെല്ലാം അറിയാം എത്രമാത്രം നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടോ. പക്ഷേ എഡിറ്റർ ഒന്നും അറിയുന്നില്ല. എഡിറ്റർ വളരെ ഒബ്ജക്റ്റീവായിട്ട് കിട്ടിയ ഷോട്ട്സ് നോക്കുമ്പോൾ അയാൾക്ക് 11 ശരിയായിട്ട് തോന്നിയത്. ഞാൻ പറഞ്ഞ അല്ല 14 എടുത്ത് കാണിക്കൂ. അപ്പോൾ എനിക്കും മനസ്സിലായി അല്ല 14 11 കറക്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഫിലിം മേക്കിംഗ് ഉണ്ടാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് 7 മിനിറ്റ് സീനാണ്, 5 minute പ്ലസ് ഉണ്ട്. 5 minute പ്ലസ് ആണത്. ആലോചിച്ചോ. അപ്പം ഓരോ തവണ ഈ ടേക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോഴും ആക്ടേഴ്സ് ഈ എൻറ്റയർ 5 minute സീക്വൻസ് പിന്നെയും അതുപോലെ പെർഫോം ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഇത് ടേക്സ് പോകുന്നത് പെർഫോമൻസ് പാളുന്നതുകൊണ്ടല്ല, ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്. അത് കാറ്റ് പിടിക്കും. തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആ 2 ആർട്ടിസ്റ്റുകളെയും കൊണ്ടുവരുന്നതിന്റെ വലിയൊരു ഏറ്റവും കൂടുതൽ ഈ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് കംപ്ലീറ്റ് ആക്കാൻ, ഈ കട്ട്സ് മീൻസ് ഡ്രാമ. കട്ടുകളിലൂടെ ഡ്രാമ കൂടുമെന്നും സിംഗിൾ ടേക്ക് ആയാൽ അതിനകത്ത് റിയലിസവും നാച്ചുറാലിറ്റിയും വരുമെന്നുള്ളത് ഞാൻ ആദ്യത്തെ സിനിമയിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുകയായിരുന്നു. ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ അത് കൊണ്ടുവരാമെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ഉണ്ട് അതിനകത്ത്. കാരണം ഇത് കംപ്ലീറ്റ്ലി നമ്മൾ അവരുടെ ഫേസിലാണ് നമ്മളുടെ ഇത് നടക്കുന്നത്. അവരുടെ ഫേസ്, അവർ പറയുന്ന കാര്യങ്ങൾ, ആ മൊമെൻറ്റിൻ്റെ ഒരു ഹൈ പോയിന്റ് അറിയാം. അതിലെ റൊമാൻസിൻ്റെ ഹൈ പോയിൻ്റാണ് ആ മൊമെൻറ്റ്. അപ്പോൾ അത് ഈ വിശാഖിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് ഇതെങ്ങനെ എടുക്കും എന്ന് കാണാൻ കാത്തിരിക്കുകയാണെന്നുള്ളതായിരുന്നു. ഈ ഒരു സ്ക്രീൻ അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ്
എഴുതിയിരിക്കുന്നത്. പൊയറ്റിക്കാണ് അത്, ഡിസ്ക്രിപ്ഷൻസ് മുഴുവൻ. അപ്പോൾ ഒരു എന്താ പറയുന്നത്, അതല്ല ഡയലോഗ് നിങ്ങൾ കേട്ടു, പക്ഷെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്, ഒരു കയ്യിൽ നിന്ന് സിഗരറ്റ് എടുക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് ഒരു പൂ പറിക്കുന്ന പോലെ എന്നാണ് സിഗരറ്റ് എടുക്കുന്നത് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഈ സിഗരറ്റ് കുറ്റി വീഴുന്നു, അപ്പോൾ നേരത്തെ ഉറങ്ങുന്ന ഒരു നഗരത്തിൻ്റെ ശരീരത്തിലേക്ക് തെറിച്ച് വീഴുന്ന സിഗരറ്റ് കുറ്റി എന്നൊക്കെയായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ അത് അത്രയും പോയട്രിയോടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. പക്ഷെ അത് സിനിമ എന്നുള്ളൊരു മീഡിയത്തിലേക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ സ്മോക്കിംഗ് സോൺ സീന് ഞങ്ങൾ വേണമെങ്കിൽ വേറെ കവറേജ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ദ വേ ദേ പെർഫോംഡ് ആഫ്റ്റർ ദാറ്റ് ടേക്കിംഗ് ദാറ്റ് സിംഗിൾ ഷോട്ട് വി വെർ വെരി ഹാപ്പി. ഞങ്ങൾ വേറെ കട്ട് വേണ്ടാന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുക. അഗൈൻ അതിനകത്ത് റോ ഫീലിങ്സ് പുറത്ത് ചാടുന്നതിൻ്റെ ഒരു സാധനമുണ്ട്. അത് സിംഗിൾ ഷോട്ടിൽ തന്നെയാണ് നടക്കുന്നത്. ഞാൻ ഈ ഇതിൻ്റെ ഷോർട്ട് ഡിവിഷൻസിൻ്റെയൊക്കെ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് പ്രശാന്ത് ഈ ഒറ്റ ഷോട്ടിൽ എടുക്കാമെന്നുള്ള തീരുമാനം എടുക്കുന്ന സമയം മുതൽ ഞാൻ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുക, ആക്ടേഴ്സ് എങ്ങനെയാണ് ഡെലിവർ ചെയ്യുക, ആ ഒരു ജിബ് ഷോട്ടൊക്കെ ആദ്യമേ പ്ലാൻഡ് ആണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വരും, അവിടെ നമ്മുടെ ഏറ്റവും നല്ല റൊമാൻറ്റിക് സോങ് അവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഹൗ ഓൾ ദിസ് കംസ് ടുഗെദർ എന്നുള്ള ഞാൻ കാണാനിങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു ഈ ഷൂട്ട് നടന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു. കുറച്ച് ഫ്യൂ അവേഴ്സ്, എനിക്ക് 4-5 മണിക്കൂർ ഈ സീൻ എടുക്കുന്ന ദിവസം എനിക്ക് പോകേണ്ടി വന്നു കോൾ എടുക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ച് പോയി ഷൂട്ട് ജസ്റ്റ് ഈ സീൻ തുടങ്ങുന്നതിന് മുമ്പാണ് എനിക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ ഒരു 5-6 മണിക്കൂർ എടുക്കും എനിക്ക് പോയിട്ട് വരാൻ. അപ്പോൾ അത് പോയിന്ന് വെച്ചാൽ ഭാഗ്യത്തിന് തിരിച്ചു വന്നത് 10ാമത്തെ ടേക്കിലാണ്. 11ാമത്തെ യൂസ് ചെയ്ത ടേക്കും കണ്ടു. പിന്നെ നല്ല ടേക്സ് ഒക്കെ വന്നത് അതിന് ശേഷമാണ്. ഈ ജിബൊക്കെ കറക്റ്റായിട്ട് വന്നത് അതിന് ശേഷമാണ്. അപ്പോൾ ഭാഗ്യത്തിന് അത് കാണാൻ പറ്റി. ഒരു റീസെറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അത്രയും കാര്യങ്ങൾ റീസെറ്റ് ആവണം. അപ്പോൾ അത്രയും സമയമെടുക്കും ടേക്സ് തമ്മിൽ. മനസ്സിലായി അല്ല. ഇപ്പം ആദ്യം ഇവർ ആ ബാറിൽ പോകുന്നുണ്ടല്ലോ, അതിനുശേഷം പിന്നെ വീണ്ടും അവർ ആ ഓട്ടോയിൽ നിന്നൊരു കോൺവെർസേഷൻ നടത്തി, പിന്നെ വീണ്ടും അവർ ആ ഒരു റോഷൻ പറഞ്ഞ പോലെ സിറ്റിയുടെ മൊത്തം വ്യൂ കാണാൻ കഴിയുന്ന ഒരു റൂഫ് ടോപ്പ് ബാറിലേക്ക് പോകുക എന്നുള്ളൊരു യാത്ര ഉണ്ടല്ലോ, വീണ്ടും ഒരു ബാറിലേക്ക് പോകും. അത് നമ്മൾ അങ്ങനെ കാണാറില്ലല്ലോ. ഇപ്പം ഒരു ബാറിലെ സീക്വൻസ് കഴിഞ്ഞാൽ യു കട്ട് ദാറ്റ്, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. വീണ്ടും ഒരു ബാറിലേക്ക് ഒരു യാത്ര എന്ന് പറയുന്ന ഒരു സാധനം വരാറില്ല. അതെങ്ങനെയാ? ലൈക്ക് അത് ആദ്യം തൊട്ടുണ്ടാകുന്ന തോട്ടാണ്. വേണമെങ്കിൽ യു കുഡ് ഹാവ് കംപ്ലീറ്റ്ലി ആദ്യം തന്നെ തീർക്കാമായിരുന്നല്ലോ. വീണ്ടും ഒരു ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്ത് വീണ്ടും ഒരു ബാറിലേക്ക് പോകാനുള്ളൊരു അല്ല, ഇതൊരു നമ്മൾ ടെംപ്ലേറ്റിനകത്ത് നിന്നുകൊണ്ടല്ല ഈ ഇതിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സിനെ സമീപിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്ത് ആരൊക്കെയാണ് ഈ കഥാപാത്രങ്ങൾ. അനീഷ് ബേസിക്കലി ഒരു മാധ്യമപ്രവർത്തകനാണ്, മാരീഡാണ്. അഞ്ജന നാളെ അമേരിക്കയ്ക്ക് പോകും, ഇന്ന് എത്തി, ഇവർ കണ്ടുമുട്ടുന്നു. രാജൻ ഇന്ന ആളാണ്, ചഞ്ചൽ ഇന്ന ആളാണ് എന്നൊക്കെ ഉള്ളൊരു തീരുമാനമായിട്ട് എഴുതി തുടങ്ങുകയാണ്. പിന്നെ ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഒരു ധാരണ ഉണ്ട്, അബ്ജോദിൻ്റെ ഈ ഒരു അക്കൗണ്ട് ഉള്ളത് കാരണം. പക്ഷേ ഇതിനകത്ത് ഇവരെന്താണ് സംസാരിക്കുന്നത്, ഇവരുടെ റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് എന്താണ്, ഇവർ ആക്ച്വലി എങ്ങനത്തെ മനുഷ്യരാണ് എന്നൊക്കെ എനിക്ക് എഴുതി തുടങ്ങുമ്പോൾ എനിക്കും അറിയില്ല. പിന്നെ ഇത് പോകുന്ന വഴിയിൽ ഇവരെ ഫോളോ ചെയ്ത് പോവുക, ആ പ്രോസസ്സിൽ ഞാൻ ഇവരെ ഡിസ്കവർ ചെയ്യുക എന്നുള്ളതാണ് പ്രോസസ്സ്. അപ്പം ആസ് എഗൻസ്റ്റ് പൊതുവേ സിനിമയിൽ ഇങ്ങനെയാണ്, പൊതുവേ ആ ഒരു സിനിമയുടെ ടെംപ്ലേറ്റിനകത്ത് നിന്നുകൊണ്ടല്ല ഇതുണ്ടാവുന്നത്. അതങ്ങനെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഉണ്ടായി വരുന്ന സാധനം അതിനെ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഈ 15 മിനിറ്റിൽ ട്വിസ്റ്റ് വരിക അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല നമുക്ക്. സാധനം എന്ന് വെച്ചാൽ അതിൽ ഞങ്ങൾ ശ്രമിച്ചൊരു കാര്യം, ഈ ആദ്യത്തെ ബാറിൽ നിന്ന് ബൈ അനീഷ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ്. അപ്പം ഞങ്ങൾക്കുണ്ടായിരുന്ന സാധനം വെച്ചാൽ ഈ ബൈ അനീഷ് പല സ്ഥലത്തും വരണം. ഓരോ സമയത്തും മറ്റേ നമ്മൾ മീമൊക്കെ ഉണ്ടാവാറില്ലേ, ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദി എൻഡ് എന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഓരോ സമയത്തും ദി എൻഡ് എന്ന് പറയാവുന്നൊരു മൊമെൻ്റ് ഉണ്ട്. ഇവിടെ ഈ സിനിമ തീരുമായിരിക്കും, പക്ഷേ ആ ഓരോ സമയത്തും ഇവർ വീണ്ടും റീകണക്ട് ചെയ്യുന്നു വരുന്നുണ്ട്. അപ്പോൾ അത് ആ ബാറിൽ നിന്ന് ഇറങ്ങി പോകുമ്പം പിന്നെ ഓട്ടോയിൽ കയറാൻ നിൽക്കുമ്പോഴും വേണ്ടാന്ന് തീരുമാനിച്ചാൽ അപ്പോൾ അവസാനിപ്പിക്കാതെ, പക്ഷെ വേണ്ടാന്ന് അവർ തീരുമാനിക്കത്തില്ല. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദോസ് ക്യാരക്ടേഴ്സ് ആർ. അതിൽ പിടിച്ച് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അല്ല, അതിനോടൊപ്പം തന്നെ അപ്പം സെറിൻ വീണ്ടും വിളിക്കുന്നുണ്ടല്ലോ ഓട്ടോയിലേക്ക്, നീ കൊണ്ടുവിട്ടിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആയിക്കോട്ടെ. അല്ലെങ്കിൽ സെറിൻ തന്നെ പലപ്പോഴും റോഷനെ പുള്ള് ചെയ്യുന്നുണ്ട്, അനീഷിന്റെ ക്യാരക്ടറിനെ പുള്ള് ചെയ്യുന്നുണ്ട്. ലൈക്ക് പോണ്ട, കാരണം ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മൾ തമ്മിലൊരു മീറ്റപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഈ കോൺവെർസേഷൻ ആദ്യം ഫോണിൽ തുടങ്ങി വെക്കുന്നത് സെറിനാണല്ലോ. എനിക്കറിയേണ്ടത് സെറിന്റെ പെർസ്പെക്റ്റീവ് ആണ്, ടു ദ റൈറ്റർ. വൈ ഡിഡ് ഷീ കോൾ ഹിം അഗൈൻ? അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് വന്നതിന്റെ പേരിൽ ആ ഒരു തോട്ടിന്റെ ആവശ്യം. വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻസൈറ്റ്ഫുൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് ആദ്യത്തെ ബാറിൽ
ഇരുന്നൊരു ലോങ് കോൺവെർസേഷൻ ഉണ്ട്. ഇടയ്ക്ക് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. കണ്ടിന്യൂസ്. ആ നമ്മൾ 2 ക്യാമറ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. മൊത്തം ഈ കോൺവെർസേഷൻ സീൻസ് മുഴുവൻ 2 ക്യാമറ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. ബിക്കോസ് അത് പറ്റുമല്ലോ. ഇപ്പൊ ഇവിടെ ഉള്ള 2 ക്യാമറകൾ എങ്ങനെ ഹൈഡ് ചെയ്യുന്നു? അല്ല, ഞാൻ പറയുന്നത് നമ്മളിത് ഓവർ ദ ഷോൾഡർ ആയിട്ടില്ല. അതെ അത് ആ രീതിയിലുള്ള ലെൻസിങ് ഒക്കെ ചെയ്തിട്ട് അത്രയും അങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഹൈഡ് ചെയ്തിരിക്കുക. ഈ എൻ്റെ കാരണം നമുക്ക് അവരെ ഫ്രീ ആയിട്ട് വിടണമെന്ന്. ഈ പറയുന്ന ഒരു തിയേറ്ററിലെ പോലെ ഒരു ഡെലിവറി അവർക്ക് വിത്തൗട്ട് ഇൻട്രപ്ഷൻ. ഇനി ഞാൻ നേരത്തെ പറയാവുന്ന കാര്യം, ഏറ്റവും ഇതിനകത്ത് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് സിങ്ക് സൗണ്ട് ആണെന്നുള്ളതാണ്. ഈ യാതൊരു തരത്തിലുള്ള ഇൻട്രപ്ഷൻ, ദ കംപ്ലീറ്റ് സെറ്റ് ഇസ് സൈലൻറ്റ്. യാതൊരു ഇൻസ്ട്രക്ഷൻസും ഷൗട്ട് ചെയ്ത് പറയുന്നില്ല, പ്രോംപ്റ്റ് ചെയ്യുന്നില്ല. ഇതെല്ലാം അവർ ആ ക്യാരക്ടേഴ്സായിട്ട് നിന്ന് പറയുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ ഇത് പെർഫോം ചെയ്യുന്നു. ബാക്കി കണ്ടിന്യൂ ചെയ്തു. അപ്പം സെറിൻ്റെ കാര്യം, അപ്പം ഞാനും സൗണ്ട് ഡിസൈൻ സന്ദീപും ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, വാച്ച് ചെയ്യണം. അപ്പോൾ സെറിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് എന്തോ സിങ്ക് ആവുന്നില്ല. ഞാൻ ചിന്തിച്ച പോലെ അല്ല പുള്ളിക്കാരി പെർഫോം ചെയ്യുന്നത്. പക്ഷേ എനിക്കത് പ്ലേസ് ചെയ്യാനും പറ്റുന്നില്ല. എന്താണ് ഓഫ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിങ്ങനെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. കുറച്ച് നേരമായി. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ സന്ദീപ് ഇങ്ങനെ സെറിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സന്ദീപ് ചോദിച്ചു, എന്തോ ഓഫല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, എന്താണെന്ന് കിട്ടുന്നില്ല. പിന്നെ കുറച്ചുകൂടി ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലിക്കായി സംഭവം. അപ്പോൾ പുള്ളിക്കാരി ഞാൻ ഇമാജിൻ ചെയ്തതിനേക്കാൾ വളരെ സാഡായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ദാറ്റ് ഈസ് പ്രോബ്ലി കമ്മിങ് ഫ്രം വേറൊരു ഇൻ്റർപ്രിട്ടേഷൻ. ഞാൻ ഒറിജിനലി ഇൻ്റർപ്രിറ്റ് ചെയ്തത് അഞ്ജന ഈസ് ഓവറും, ബ്രേക്കപ്പ് കഴിഞ്ഞ് അഞ്ജന ഓവറായി, അനീഷിനാണ് ആക്ച്വലി ആ ഒരു ഹി സ്റ്റിൽ നോട്ട് ഓവർ ഹെർ എന്നുള്ളതായിരുന്നു ഞാൻ എഴുതുമ്പോൾ. പക്ഷേ ഷീ ഈസ് പെർഫോമിങ് ലൈക്ക് അഞ്ജന ഈസ് ഓൾസോ നോട്ട് ഓവർ ഹിം. അത് ത്രൂ ദ നൈറ്റ് പ്രോബ്ലി അറ്റ് സം പോയിന്റ് അഞ്ജന റിയലൈസസ് that she is not over him എന്നുള്ളതായിരുന്നു എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. പക്ഷേ സെറിൻ പ്ലേ ചെയ്തത് ആ ഇൻ്റർപ്രിട്ടേഷനിലല്ല. ഷീ സ്റ്റിൽ നോട്ട് ഓവർ. ആദ്യത്തെ ബാർ സീനിൽ തന്നെ ഡിഡ് യു മിസ് മീ എന്ന് ചോദിക്കുന്നത് തന്നെ ഭയങ്കര സാഡ്നെസ്സിലാണ്. ഞാൻ അങ്ങനെയല്ല ഇമാജിൻ ചെയ്തത്. ഞാൻ കുറച്ചുകൂടെ കാഷ്വലായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അനീഷ് സെൻറ്റിമെൻ്റലാവുന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നോ ഐ ഡിസൈഡഡ് ലെറ്റ് മീ നോട്ട് ഡു എനിത്തിങ്. മിണ്ടാതിരിക്കുക. ദിസ് ഈസ് വർക്കിംഗ്. ഐ തിങ്ക് ദിസ് വിൽ വർക്ക് ഇൻ തിയേറ്റേഴ്സ് ആൻഡ് ലൈക്ക് ആഡിങ് എ ലോട്ട് ഓഫ് ഇമോഷണൽ ഡെപ്ത് ടു ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ആരുടെ അടുത്തും ഒന്നും പറഞ്ഞില്ല. പ്രശാന്തിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പ്രശാന്തിനെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. പക്ഷേ പിന്നെ കൂടുതൽ സെറിൻ്റെ അടുത്ത് പറയണ്ടെന്ന് തന്നെ തീരുമാനിച്ചു. എനിക്ക് കിട്ടിയത് നേരെ തിരിച്ചാട്ടോ. ലൈക്ക് സെറിൻ ഈസ് നോട്ട് ഓവർ ആൻഡ് അനീഷ് മുന്നോട്ട് പോയി. അതാണ് പറഞ്ഞത്. സി ഇതിനകത്തെല്ലാം ഒരു ഈ പറയുന്ന ദ ബ്യൂട്ടി ഓഫ് ഫിലിം അല്ലെങ്കിൽ മാജിക് ഓഫ് ഫിലിം എന്ന് പറയുന്നത് പല എലിമെന്റ്സ് കൂടി ചേരുമ്പോൾ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ ഇത് ഒരു ആക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്നൊരു സാധനമാണ്. ഇതേ സാധനം സി ഐ വാസ് നോട്ട് റിയലി എന്താ പറയുന്നത്, ഈ ഒരു ക്യാരക്ടറിൻ്റെ പർട്ടിക്കുലേഴ്സ്. കാരണം ഈ ഒരു ക്യാരക്ടറിൻ്റെ മനസ്സിലിരിപ്പ് ലെറ്റ് ഇറ്റ് ബി എ മിസ്റ്ററി എന്നുള്ളതാണ്. ഇതെനിക്ക് കൺസിസ്റ്റൻ്റ്ലി എനിക്ക് കിട്ടുന്നതാണ്. പീപ്പിൾ ആർ കൺഫ്യൂസ് വൈ ഡിഡ് ഷീ കോൾ എന്നുള്ളത്. അപ്പോൾ അത് ഒരു ഇതേ ഉള്ളൂ. ഇതിനകത്തൂടെ സംഭവിക്കുന്നത് ഫോർ ഹെർ ഇറ്റ്സ് എ ക്ലോഷർ ദാറ്റ് ഹാപ്പൻസ്. ഇപ്പം നമ്മൾ എൻ്റെ ലാസ്റ്റ് ഷോട്ടിൽ നമ്മൾ സെറിനെ കാണുമ്പോൾ സെറിൻ്റെ മുഖത്തൊരു ചിരി വരുന്നുണ്ട്, ഒരു പുഞ്ചിരി വരുന്നുണ്ട്. അപ്പം എന്നാൽ അപ്പുറത്ത് അതല്ല. അപ്പുറത്തൊരു എന്താ പറഞ്ഞ ഒരു കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആയിരിക്കുവാണ്. സ്പോയിലർ അലേർട്ട്. So adana, so I have to end it up. I'm so sorry. So guys, so much for your time. Thank you so much for your time. And audience നോട് ഞാൻ പറയാണ്, please go and watch it in theaters. OTT വരുമെന്ന രീതിയിൽ വെയിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ആൻഡ് ദിസ് ഇസ് ഗോണ ബി ഫൺ റൈഡ്. നിങ്ങൾക്ക് കുറേ ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.